ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ അമ്മമാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കുഞ്ഞുങ്ങളെ ഉറങ്ങാൻ കിടത്തേണ്ട രീതി. കുഞ്ഞുങ്ങളെ നേരായ രീതിയിലല്ല ഉറങ്ങാൻ കിടത്തിയിരിക്കുന്നതെങ്കിൽ അത് ഒരുപാട് അപകട സാധ്യതകൾ ഉണ്ടായിരിക്കുന്നതും കുഞ്ഞിൻ്റെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ കിടത്തി ഉറക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ് കിടന്നുറങ്ങാറ്. ചില കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് കാണാം, ചിലരാണെങ്കിൽ നേരെ കിടന്നുറങ്ങും, ചിലർക്ക് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ തിരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. ആദ്യം തന്നെ മിക്ക കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത്. കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷനിലാണ് നമ്മൾ ടമ്മി ടൈം കൊടുക്കാറുള്ളത്. ടമ്മി ടൈം കൊടുക്കുന്നതിലൂടെ പല ഗുണങ്ങളും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിലൊന്നാണ് തോളിലേക്കും കഴുത്തിലേക്കും കൈകളിലേക്കും ഉള്ള മസിലുകളെല്ലാം ബലപ്പെടുത്താൻ സഹായിക്കുന്നത്. കുഞ്ഞുങ്ങളിലെ ഗ്യാസ് പ്രോബ്ലത്തിനും അതുപോലെ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ കുറയുന്നതിനും കമിഴ്ത്തി കിടത്തുന്നത് സഹായമാകുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ മോട്ടോർ ഡെവലപ്മെൻറ്റിനും ഇത് സഹായിക്കുന്നുണ്ട്. ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് പല അമ്മമാരും കുഞ്ഞുങ്ങളെ കമിഴ്ത്തി കിടത്തുന്നത് സേഫ് ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ടമ്മി ടൈം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ലീപ്പ് പൊസിഷൻ അല്ല. ടമ്മി ടൈം ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളെ കമിഴ്ത്തി കിടത്തി ഉറക്കുന്ന ആ ഒരു പൊസിഷൻ സത്യത്തിൽ സേഫ് അല്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശ്വാസമുട്ടൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കിടക്കുമ്പോഴും സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴും സ്വയം ശ്വസിക്കുന്ന വായു വീണ്ടും ശ്വസിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അവരുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ ചൂട് പിടിച്ചു നിർത്തുകയും അവരുടെ ശരീരം വളരെയധികം ചൂടാവുന്നതിനും സാധ്യത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകട സാധ്യത ഉണ്ടാക്കുന്നതുമായ ഉള്ള ഒന്നാണ് SIDS, സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. പെട്ടെന്നുള്ള കുഞ്ഞുങ്ങളുടെ മരണത്തിന് അപകട സാധ്യത കൂട്ടുന്ന ഒന്നാണ് ഈ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഈ രീതി. പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ SIDSൻ്റെ സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടല്ല ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ ഇവരുടെ തല മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് നെക്ക് കൺട്രോൾ ഇല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ റോൾ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ SIDSൻ്റെ സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും കമിഴ്ത്തി കിടത്തി ഉറക്കാൻ പാടുള്ളതല്ല. അടുത്തത് സൈഡ് ലൈൻ പൊസിഷനാണ്. കുഞ്ഞുങ്ങൾ റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കോ ഒക്കെ ചരിഞ്ഞ് കിടന്നുറങ്ങുന്നത് വളരെ കംഫർട്ടായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പൊസിഷനിലും കിടന്നുറങ്ങുന്നത് സേഫ് അല്ല. കാരണം 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് ചരിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അവർ പെട്ടെന്ന് കമിഴ്ന്ന് പോകാനും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാനും വളരെയധികം സാധ്യത കണ്ടുവരുന്നുണ്ട്. സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ റോൾ ചെയ്ത് പോകാനും കമിഴ്ന്ന് വീഴുവാനും അങ്ങനെ കിടന്നുറങ്ങുവാനും സാധ്യത കൂടുതലുള്ളതുകൊണ്ട് SIDSൻ്റെ സാധ്യത വളരെയധികം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷനും കുഞ്ഞുങ്ങൾക്ക് ഒട്ടും സേഫ് ഉള്ളതല്ല. അതുപോലെ തന്നെ സൈഡ് പൊസിഷനിലേക്ക് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അന്യമനമായിട്ടുള്ള പ്രഷർ നട്ടലിലേക്കും തലയിലേക്കും സമ്മർദ്ദം ചെലുത്തുന്നതിന് കാരണമാകുന്നുണ്ട്, പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വശങ്ങളിലേക്ക് കിടത്തുന്ന ആ ഒരു രീതിയും സേഫ് ആയിട്ടുള്ളതല്ല. പൊസിഷനിലൊന്നും തന്നെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് ഉറക്കാൻ പറ്റാത്തതിനാൽ ഏറ്റവും ബെസ്റ്റായിട്ടും കംഫർട്ടായിട്ടുമുള്ളൊരു സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ മലർത്തി കിടത്തി ഉറക്കുന്നതാണ്. ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിലൂടെ ആരോഗ്യമുള്ള 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ മരണത്തിന് കാരണമായ SIDSൻ്റെ സാധ്യത വളരെ ഗണ്യമായി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് ശ്വസിക്കാൻ ഇത് സഹായമാകുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ ശ്വാസതടസ്സത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിന് വേണ്ടിയും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുമ്പോൾ അത് ആസ്പിറേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായകമാവുകയും എൻ്റെ തലയോട്ടിയിൽ നട്ടലിലേക്കുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് കുറയ്ക്കുന്നതും ഈ മലത്തി കിടത്തി ഉറക്കുന്നതിലൂടെ സഹായകമാകുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായുള്ള വികസനത്തിനും ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മലർന്ന് കിടന്നുറങ്ങുന്നതിൽ ഒരു പോരായ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മലർന്ന് കിടന്നുറങ്ങുന്ന ഒരു ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ ആണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം വരുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ തല സൈഡിലേക്ക് ചരിച്ചു വെച്ച് ഉറക്കുന്നതിന് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം തല ചരിച്ചു വെച്ച് ഉറക്കരുത്. അത് കുഞ്ഞുങ്ങൾക്ക് കഴുത്തിനും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുക. ഇത് ഫ്ലാറ്റ് ഹെഡ് കുറയ്ക്കുന്നതിനൊക്കെ സഹായകമാകും. കുഞ്ഞുങ്ങൾ മലർന്ന് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തല പരന്നു പോകുന്നത് ഒരു താൽക്കാലികമാണ്.
കിടത്തി ഉറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആ ഒരു ബെഡ് നല്ല ഫേം ആയിട്ടിരിക്കാനും നല്ല ക്ലീൻ ആയിട്ടും കംഫർട്ടായിട്ടും അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലൊക്കെ കിടത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പില്ലോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ കിടത്തുന്ന സമയത്ത് പുതപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും അതിലെടുത്ത് കുഞ്ഞുങ്ങൾ മുഖത്തെടുത്തിടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നേരെ കിടന്നുറങ്ങുന്നത് തന്നെയാണ്. പിന്നെ എപ്പോൾ മുതൽ കമിഴ്ന്ന് കിടക്കാം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആകാൻ സ്വയമേ പ്രാപ്തരാകുന്ന ഒരു ടൈമിൽ മാത്രം അവർക്ക് കമിഴ്ന്ന് കിടന്നുറങ്ങാവുന്നതാണ്. അതുപോലെ ചിലർ കുഞ്ഞുങ്ങളെ നെഞ്ചത്ത് കിടത്തി ഉറക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അതും ഒട്ടും സേഫ് അല്ലാത്ത ഒരു പൊസിഷനാണ്. അതും പാടെ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ്. ഈ വീഡിയോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണെന്നും അതുപോലെ ഏതൊക്കെ രീതിയിൽ കിടത്തി ഉറക്കാൻ പാടില്ല, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.